നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. പതിനഞ്ചാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ വേദികളിലായി നിരവധി പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു. തൊടുപുഴയിൽ അന്യസംസ്ഥാന പാൻ മസാല വിൽപ്പനക്കാരിൽ നിന്നും നിരോധിക്കപ്പെട്ട പാൻ മസാലകൾ പിടിച്ചെടുത്തു. 6 പേർ പോലീസ് പിടിയിൽ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കലൂർക്കാട് ബ്രാഞ്ച് വാർഷികാഘോഷം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ മൂലമറ്റം ബ്ലോക്ക് തല സമ്മേളനം നടന്നു. പ്രകടനവും പൊതുസമ്മേളനവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. 15ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ വേദികളിലായി നാടോടി നൃത്തം, നാടകം, സംഘഗാനം, കഥാരചന, ചിത്രരചന, ബാൻഡ് മേളം തുടങ്ങി 19ഓളം മത്സരങ്ങളാണ് നടന്നത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവ മത്സര വിഭാഗത്തിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. കോട്ടയം ജില്ല 2ാം സ്ഥാനത്തും കണ്ണൂർ 3ാം സ്ഥാനത്തും എത്തി നിൽക്കുന്നു. മത്സരങ്ങൾ ബുധനാഴ്ച സമാപിക്കും. തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ആശാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസാരശേഷിയില്ലാത്ത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അമ്മ മാനസം എന്ന നാടകം കാണികളെ കണ്ണീരണിയിച്ചു. പെൺകുട്ടികൾക്കു നേരെയുള്ള അതിക്രമങ്ങളുടെ കഥ പറയുന്ന നാടകമാണ് അമ്മ മാനസം. സുഗതകുമാരിയുടെ കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയെ ആസ്പദമാക്കിയാണ് നാടകം രചിച്ചിരിക്കുന്നത്. തുടർച്ചയായ 6 മാസത്തെ കഠിന പരിശ്രമത്തിലൂടെയാണ് ഇത്രയും നന്നായി നാടകം അവതരിപ്പിക്കാൻ കഴിഞ്ഞതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഉഷ പറഞ്ഞു. തുടർച്ചയായി കലോത്സവ വേദികളിൽ വിജയ കിരീടം ചൂടുന്ന സ്കൂളാണ് ആശാഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ. 22 വർഷക്കാലമായി സണ്ണി ചിറയത്താണ് ഈ സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ അന്ധവിദ്യാർത്ഥികളുടെ കഥാരചന ജനശ്രദ്ധ ആകർഷിച്ചു. 25ഓളം അന്ധവിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഹെൻറി ലിപിയിലാണ് കുട്ടികൾ കഥകൾ എഴുതിയത്. വിധികർത്താക്കളായി അന്ധരായ അധ്യാപകരും എത്തിയത് കാണുവാനായി നിരവധി ആളുകൾ വേദിക്ക് സമീപം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനായി ഇടുക്കി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും ജനമൈത്രി പോലീസും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും സെമിനാറും നടത്തി. തൊടുപുഴ EAP ഹാളിൽ നടത്തിയ പരിപാടിയിൽ ഡിവൈഎസ്പി ആന്റണി തോമസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎസ്പി R ദത്തൻ, ഫാദർ മാത്യു കുന്നത്ത്, സുബൈദ സെയ്ദ് മുഹമ്മദ്, വാർഡ് കൌൺസിലർ രാജശേഖരൻ, CI സജി മാർക്കോസ്, SR സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. അതോടൊപ്പം മറ്റുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, ഇവിടെ നമ്മുടെ മൈത്രി പോലീസും സ്റ്റുഡൻസ് കേഡറ്റും സംയുക്തമായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സെമിനാറാണ്. ക്ലാസുകൾ വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് നടപടികൾ കൊണ്ടുപോകാനാണ് ഈ സെമിനാറിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഓരോ ദിവസങ്ങളും കടന്നു ചെല്ലുമ്പോൾ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ ശ്രീകോവിലിന് തുല്യമായി നിർമ്മിക്കുന്ന
ശ്രീ മഹാദേവന്റെ ശ്രീകോവിൽ ശിലാസ്ഥാപന കർമ്മം ജനുവരി 31 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. ക്ഷേത്രം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ K. രവികുമാർ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ KR രാജീവ്, D. ജയകുമാർ, CS ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ ശ്രീകോവിലിന് തത്തുല്യമായിട്ട് ശ്രീ മഹാദേവൻ്റെ ഒരു ശ്രീകോവിൽ നിർമ്മിക്കുവാൻ തീരുമാനമെടുക്കുകയുണ്ടായി. അത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നുവെന്നും അത് വടക്കുംകൂർ രാജാവിൻ്റെ കാലത്ത് ഒരു ദേവി ഉപാസകനായിരുന്ന അദ്ദേഹം ഈ ശിവനെ മാറ്റി ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യവും ചരിത്രമൊക്കെ പറയുന്നത്. ഏതായാലും ക്ഷേത്രത്തിൽ അടുത്ത കാലത്ത് നടത്തിയ ദേവപ്രശ്ന തൊടുപുഴയിലെ അന്യസംസ്ഥാന പാൻ മസാല വിൽപ്പനക്കാരിൽ നിന്നും നിരോധിക്കപ്പെട്ട പാൻ മസാലകൾ പിടിച്ചെടുത്തു. തൊടുപുഴ DYSP ആന്റണി തോമസിന്റെ നിർദ്ദേശപ്രകാരം തൊടുപുഴ SI സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള ടീം തിങ്കളാഴ്ച നടത്തിയ റെയ്ഡിലാണ് അന്യസംസ്ഥാന പാൻ മസാല വിതരണക്കാരെ പിടികൂടിയത്. एक दो तीन चार 10 का सामने वुडलैंड्स के उधर कौन बैठा ഉദ്ദേശം 3 മാസം. കേന്ദ്ര യുവജനക്ഷേമ സ്പോർട്സ് മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗമാരപ്രായക്കാർക്കായി ജീവിത നൈപുണ്യ വിദ്യാഭ്യാസ പരിശീലനം ആരംഭിച്ചു. തൊടുപുഴ MC കോളേജിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PK അബ്ദുൽ അസീസ് നിർവഹിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ മലയാള പരിഭാഷ വളരെ രസകരമാണ്. ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം. മലയാളത്തിൽ വളരെ രസകരമായിട്ട് ഒരു പദമാണ് നൈപുണ്യം. അത് പണ്ട് പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായതെങ്കിൽ പോലും പിൽക്കാലത്ത് അറിയുന്നത് അനേകം പ്രാഗൽഭ്യത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് നൈപുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈപുണ്യം കരസ്ഥമാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആഴത്തിലുള്ള തരത്തിലുമുള്ള ഒരു ജ്ഞാനം. ഫെബ്രുവരി 2 നടത്തുവാനിരുന്ന LSS USS സ്കോളർഷിപ്പ് പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കാത്തതിനാലാണ് പരീക്ഷ മാറ്റിവെക്കണമെന്ന് KPSTU ആവശ്യപ്പെട്ടത്. വാർത്താ സമ്മേളനത്തിൽ KPSTU സംസ്ഥാന സെക്രട്ടറി PD എബ്രഹാം, ഹരിഗോവിന്ദൻ, ടോമി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 16 തീയതി പരീക്ഷ നിശ്ചയിച്ചതുകൊണ്ട് തന്നെ അധ്യാപകരൊക്കെ തന്നെ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ്സിനെ കുറിച്ച് സംബന്ധിച്ചുള്ള മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടിക്ക് അവൻ്റെ പോർഷൻസ് കവർ ചെയ്താൽ മാത്രമേ ആ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊണ്ടുവരാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് മലപ്പുറം പോലെയുള്ള ഞങ്ങൾ മലബാർ മേഖലകളിൽ മുസ്ലിം സ്കൂൾ കണ്ടതാണുള്ളത്. അവർക്ക് 1 മാസം അവധിയായി, പോർഷൻസ് തീർന്നിട്ടില്ല. അപ്പോൾ ഫെബ്രുവരി 16 പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പരീക്ഷാ കമ്മീഷണർ ഈ പരീക്ഷ 2-ാം തീയതിക്ക് മാറ്റി. 2-ാം തീയതി പറഞ്ഞാൽ നാളെ നിൽക്കാം. നാളെയാണ് ഈ മേള കഴിയുന്നത്. കുറേയേറെ അധ്യാപകർ ഇവിടെയാണ്. ഈ മേളയെ ബന്ധപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയാണ്. ഹെഡ് മാസ്റ്റർമാരുടെ സംഘടന ഇത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. KPSTU എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കലൂർക്കാട് ബ്രാഞ്ച് വാർഷികാഘോഷം നടന്നു. കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചെറമേൽ അവയവദാനത്തെപ്പറ്റി മുഖ്യ പ്രഭാഷണം നടത്തി. മൃതസഞ്ജീവനി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സാജു ചാക്കോ, കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ ജോസ് പീച്ചാട്ട്, റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ ചാത്തംകണ്ടം, കഫ്സി ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ്, കാസ് പ്രസിഡന്റ് ജോയ് തോമസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി തോമസ്, കോസ്മോപൊളിറ്റൻ ലൈബ്രറി പ്രസിഡന്റ് ബിജു ജോസഫ്, റെഡ് ക്രോസ് കലൂർക്കാട് ബ്രാഞ്ച് ചെയർമാൻ സണ്ണി കുര്യൻ, സെക്രട്ടറി PC ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. സമൂഹത്തിന്റെ കഷ്ടത അനുഭവിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ അത് ഈ കാലയളവിൽ നടത്തുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങളെല്ലാം വരും നാളുകളിലും നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ
ഈശ്വരൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഡേവിസ് അച്ഛനെ കടന്നു വന്നിട്ടുള്ളത് ശബരിമല ചൈതന്യ ജീവാംശമായ അറക്കുളം ശ്രീധർമ്മ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മൂലമറ്റത്തു നിന്നും ഗംഭീര എതിരേൽപ്പ് നടന്നു. മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിൽ വൈകിട്ട് ആരംഭിച്ച എതിരേൽപ്പ് ഘോഷയാത്ര മയിലാട്ടം, പഞ്ചാരിമേളം, താലപ്പൊലി, വെടിക്കെട്ട് എന്നിവയോടെ വർണ്ണാഭമായിരുന്നു. ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. മൂലമറ്റം ടൗൺ, AKG ജംഗ്ഷൻ, അമ്പലക്കുന്ന് ശിവക്ഷേത്രം, ഗുരുമന്ദിരം, NSS കരയോഗം, വിശ്വകർമ്മ ഓഫീസ് എന്നിവിടങ്ങളിൽ പറയെടുപ്പോടുകൂടി സ്വീകരണം നൽകി. DYFI മൂലമറ്റം ബ്ലോക്ക് തല സമ്മേളനം നടന്നു. പ്രകടനവും പൊതുസമ്മേളനവും DYFI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് G. ഗോപകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIM മൂലമറ്റം ഏരിയ സെക്രട്ടറി KL ജോസഫ്, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ലതീഷ്, TM മനോജ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് NK മുഹമ്മദ്, സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസുകാർ സമ്മേളനം നടത്തുമ്പോൾ അവർ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത് തങ്ങൾ അവിടെ സംഘടിച്ച ആൾക്കാർ അതിൻ്റെ ഒരു മൂർധന്യ ഘട്ടം വരുന്ന സമയത്ത് പരസ്പരം തമ്മിലടിക്കും, കസേര കൊണ്ടടിക്കും, ആ കസേര പരസ്പരം വലിച്ച് തലയിലടിക്കും. അങ്ങനെ ആ അടിയുടെ ഭാഗമായി ഓടുന്ന ആൾക്കാർ പരസ്പരം ഓടുന്ന സമയത്ത് മുണ്ട് ഓരോരുത്തരും അവരുടെ ജൗളി വലിച്ചു പറിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഉടുമുണ്ട് ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അയാളാണ്. DYFI മൂലമറ്റം ബ്ലോക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടന്നു. ടൗണിൽ നടന്ന ഫയർ ഡാൻസ് ശ്രദ്ധേയമായി. ഇരു കൈകളിലും എരിയുന്ന തീപ്പന്തങ്ങളും ശരീരത്തിൽ മണ്ണെണ്ണയുമായി സംഗീതത്തിനൊപ്പം ചുവടുവെച്ച് വായിൽ കരുതിയ മണ്ണെണ്ണ തീപ്പന്തങ്ങളിലേക്ക് ശക്തിയായി ഊതി അന്തരീക്ഷത്തിൽ അഗ്നിഗോളങ്ങൾ ഉയർത്തി കാണികളെ ഇവർ ആശ്ചര്യഭരിതരാക്കി. കരിമണ്ണൂർ തൃക്കാരിയൂർ മോഹനൻ ശാന്തമ്മ ദമ്പതികളുടെ മകൻ വിഷ്ണുവും കൊല്ലം രവീന്ദ്രവിലാസം CP വേണുഗോപാൽ മോനി ദമ്പതികളുടെ മകൾ രേഷ്മയും ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്ക് മധുരി